ഭാഷ ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രീതി രണ്ട് തരത്തിലാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ വായെ ഒന്ന് വക്രീകരിച്ച് കോട്ടി വെച്ചിട്ട് അങ്ങനെ തരത്തിൽ ചില ശബ്ദം ഉണ്ടാക്കാം. ഇപ്പോൾ ആ ആ ഇ ഈ ഉ ഊ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചുണ്ടും ഇങ്ങനെ വക്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ എ ഇ ഐ ഒ യു എന്നൊക്കെ പറയുന്ന സമയത്ത് ചുണ്ടിന്റെ വക്രീകരണമാണ്, ശബ്ദത്തെ പുറത്തേക്ക് വിടുക ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. വേറെ ചില അക്ഷരങ്ങളുണ്ട്, ഇപ്പോൾ വ്യഞ്ജനങ്ങൾ എന്നൊക്കെ പറയുന്ന വേറെ ചില അക്ഷരങ്ങൾ എന്താ ചെയ്യുന്നത്, അതിന്റെ രോധങ്ങൾ എന്ന് പറയും. നമ്മൾ തടസ്സപ്പെടുത്താം. ഖ എന്ന് പറയുമ്പോൾ സ്ഥലത്ത് തടഞ്ഞു, പ എന്ന് പറയുന്ന സമയത്ത് തടഞ്ഞു. അപ്പോൾ ഒന്നിങ്ങനെ തടഞ്ഞ് ചുണ്ടിങ്ങനെ കൂട്ടി വെച്ചാൽ ഒരു അക്ഷരം വരില്ല. അപ്പോൾ പ എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോഴാണ് അക്ഷരം വരുന്നത്. അപ്പോൾ പ് എന്ന് പറഞ്ഞ വ്യഞ്ജന ശബ്ദവും ആ എന്ന് പറയുന്ന സ്വരവും കൂടെ വരുമ്പോഴാണ് ഈ അക്ഷരം നമുക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ അവയവം വെച്ചിട്ടാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ അക്ഷരങ്ങളെയൊക്കെ രൂപപ്പെടുത്തുക. ഇപ്പൊ നമുക്ക് തൊണ്ട ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. അതുപോലെ നാവ് എവിടെ തൊടുന്നു, അത് അങ്ങനെയുള്ള ചില പ്രത്യേക സ്ഥലത്തെ വെച്ചിട്ടാണ് അക്ഷരങ്ങളെയൊക്കെ നമ്മൾ വർഗീകരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് തൊണ്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന അക്ഷരങ്ങളെ ഇപ്പൊ ക ക ഗ ഖ ങ ഹ ആ ആ ഇതൊക്കെ തൊണ്ടയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണ്. ആ ആ ക ക ഗ ഗ ഗ ഘ ങ ഒക്കെ. അതുപോലെ അണ്ണാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. അതിനെ നമ്മൾ വ്യാകരണത്തിൽ താലവ്യങ്ങൾ എന്ന് പറയുന്നത്. അണ്ണാക്കിന്റെ ഒരു ഭാഗത്ത് വെച്ച് ഈ ഈ ച ച ജ ഝ ഞ അതൊക്കെ അണ്ണാക്കിന്റെ ആ ഭാഗത്ത് വെച്ച് ഉപയോഗിക്കുന്നതാണ്. ഏറ്റവും ചുരുങ്ങി 2500 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതിന്റെ ധാരണയുണ്ട്. അപ്പൊ പാണിനിയുടെ സൂത്രത്തില് ഈ ചു ഇശാനാം താലു എന്ന് പറയും. ഈ ഇതിന് ചവർഗം, ചു എന്ന് പറഞ്ഞ ചവർഗാണ്, യ ശ ഇത്തരം ശബ്ദങ്ങളൊക്കെ താലവ്യങ്ങളാണ് എന്ന അർത്ഥത്തിൽ ഈ ചു യശാനാം താലു എന്ന് പറയും. അതുപോലെ ചുണ്ടുകൾ ഉപയോഗിച്ച്, ചുണ്ടുകൾ ഇങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് ഊ ഊ എന്നൊക്കെ പറയുമ്പോൾ ചുണ്ടാണ് കൂട്ടുന്നത്. അതുപോലെ ചുണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പാകാരത്തിന്റെ പ ഫ ബ ഭ മ അതൊക്കെ ചുണ്ടിന്റെ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ശബ്ദത്തിൽ വരുന്നതാണ്. മൂർധാവിൽ തട്ടുന്ന ചില ശബ്ദങ്ങളുണ്ട്. ഹൃ, ഋഷി, ഠ ഠ ഡ ഢ ണ ശബ്ദം മൂർധാവിൽ പോയിട്ട് പ്രതിധ്വനിക്കും. അങ്ങനെയാണ് ആ ശബ്ദം പുറത്തേക്ക് വരും. ര ഷ ള ഴ റ അതിനൊക്കെ നമ്മൾ മൂർധന്യങ്ങൾ എന്ന് പറയും. മൂർധാവിലാണ്. ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് പല്ലുകൊണ്ട് ചില സ്ഥലത്ത് തൊടുകയും പല്ലിന്റെ ഇടയിൽ കൂടിയാണ് ഈ ശബ്ദം വരിക. അവയാണ് ദന്ത്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ തവർഗങ്ങളൊക്കെ ത ഠ ദ ധ ന ല സ സ. ചിലത് ശബ്ദം തടഞ്ഞു വെച്ചിട്ട് പുറത്തേക്ക് വിടാൻ അനുവദിക്കുക ചെയ്യുന്നത്, ചിലത് തടഞ്ഞ് ബ്ലോക്ക് ചെയ്തിട്ട് വേറെ ഇല്ല എടുക്കുകയാണ്. തടഞ്ഞു വെച്ച് എടുക്കുന്ന ശബ്ദങ്ങളുണ്ട്. പൂർണ്ണമായിട്ട് തടയാതെ പുറത്തേക്ക് ശബ്ദത്തെ കാറ്റിനെ ഒഴുക്കി വിടുന്ന ശബ്ദങ്ങളുണ്ട്. സ എന്ന് പറയുന്ന ശബ്ദത്തെ കാറ്റിനെ ഒഴുക്കി വിടുക ചെയ്യുന്നത്, പൂർണ്ണമായി തടയുന്നില്ല. ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രത്യേക സമയം വരെ തടഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ത ഥ ദ ധ ന. അതുപോലെ തൊണ്ടയെ അണ്ണാക്കും കൂടെ കൂട്ടിയെടുക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. എ ഏ ഐ കണ്ഠതാലവ്യങ്ങൾ എന്ന് പറയും. തൊണ്ടയും ചുണ്ടും കൂടെ കൂട്ടിയെടുക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. ഇപ്പൊ ഓ ഓ ഔ. ചുണ്ടുകളെ തമ്മിൽ ചേർത്ത് ശേഷം വിട്ട് ഉച്ചരിക്കുന്ന വർണ്ണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ ഭ ബ ഭ മ എന്നൊക്കെ പറയുന്നത്. നാവിന്റെ തലപ്പ് ഉൾത്തൊണ്ടിനോട് പറ്റിച്ചു വെച്ച ശേഷം ഉച്ചരിക്കുന്നതാണ് ത ഥ ദ ധ ന. അപ്പൊ നമ്മൾ ഈ ഭാഷ സ്കൂളിൽ 1ാം ക്ലാസ് പോകുന്ന കാലം മുതൽക്ക് പഠിച്ചു വരുന്ന സമയം വരെ നമുക്കുണ്ടാവുന്ന വലിയ പ്രശ്നം ഇതെന്താണ് ഇതിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന കൂട്ടൻസ് എന്നുള്ളതാണ്. വളരെ ചെറിയ ഒരു തന്ത്രമാണ് ഇതിൽ പ്രയോഗിക്കുന്നത്.